കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിടയിലെത്തിയ പെരുന്നാൾ ആഘോഷത്തിലാണ് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയും കുടുംബവും. ശ്രീ ആര്യാടൻ ഷൗക്കത്തും കുടുംബവും പെരുന്നാൾ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ജയ്ഹിന്ദ് ന്യൂസിനൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് പഴയ കാലത്തെ ഒരു പെരുന്നാൾ ഓർമ്മകൾ? പഴയ കാലത്തത് ഇപ്പോഴും വലിയൊരു വ്യത്യാസം, ഇവിടെ വലിയൊരു വ്യത്യാസമൊന്നും ഞങ്ങൾക്ക് തോന്നാറില്ല. അന്ന് കുഞ്ഞാക്ക ഉണ്ടായിരുന്ന സമയത്ത് അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരും വരെ കുഞ്ഞാക്കില്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ വ്യത്യാസം. ആ ഒരു വിഷമത്തിനിടയിലുള്ള അപ്പോൾ ഈ പെരുന്നാൾ ആഘോഷം ഇല്ലെങ്കിൽ അങ്ങയുടെ ഒരു കുട്ടിക്കാലം മുതൽ അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള ഒരു പെരുന്നാൾ ഓർമ്മകൾ എങ്ങനെ? അല്ല, ഈ കുട്ടിക്കാലത്തെ പോലെ അല്ലല്ലോ, ഇപ്പൊ കാലങ്ങളൊക്കെ വളരെ മാറിയല്ലോ. അന്നൊന്നും റെഡിമെയ്ഡ് ഷർട്ട് പോലും ഇല്ലാത്തൊരു കാലത്താണ് എൻ്റെയൊക്കെ ബാല്യകാലം. അന്നൊക്കെ അത് തയ്ക്കാൻ കൊടുത്ത് തയ്ച്ച് കിട്ടുന്നവരെ രാത്രി കാത്തിരിക്കുക. ഇപ്പൊക്കെ ഇവര് റെഡിമെയ്ഡ് മാത്രമല്ല, ഓൺലൈനിലാണ് സാധനമൊക്കെ വാങ്ങിക്കുന്നത്. ഡ്രസ്സ് എടുക്കാൻ പോലും പുറത്തു പോകുന്നില്ല. ഒരു വലിയ മാറ്റമുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ മൈലാഞ്ചിയൊക്കെ ആണെങ്കിൽ മൈലാഞ്ചി അരച്ച് അമ്മിയിലൊക്കെ അരച്ച് എടുത്തിട്ട് വേണം ഉണ്ടാക്കാൻ. ഇപ്പൊ ട്യൂബ് വാങ്ങിച്ച് വളരെ വേഗത്തിൽ ചെയ്യുന്ന സംഭവം. എൻഗവൺമെന്റ് എന്താ ഈ വളഞ്ഞി ഉരുക്കിയിട്ടൊക്കെയാണ്. അങ്ങനെയൊക്കെയുള്ള കുറേ അനുഭവങ്ങൾ ആ കാലത്ത്. വലിയ മാറ്റമാണ് കാലം മാറിയിട്ട്. എന്തൊക്കെയായാലും ഒരു സന്തോഷത്തിന്റെ ഒരു വലിയ സുദിനം. കാര്യം എന്താ വെച്ചാൽ എല്ലാ കുടുംബങ്ങളും ഒത്തുചേരുന്നു എന്നാണ് ഞാനൊക്കെ കാണുന്ന വലിയൊരു സന്തോഷം. കാരണം പെരുന്നാൾ ദിവസം എന്ത് തിരക്കാണെങ്കിലും എല്ലാവരും ഇവിടെ തറവാട്ടിലേക്ക് വരും. പിന്നെ തറവാട്ടിൽ ഇവരെല്ലാവരും ഒരുമിച്ച് കൂടുന്നു, ഭക്ഷണം കഴിക്കുന്നു, അത്തരം കാര്യങ്ങളൊക്കെ. രാവിലെ തന്നെ ഈദ്ഗാഹിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള കുറെ നല്ല ഓർമ്മകളാണ് പെരുന്നാളിനെ കുറിച്ച്. ഈ കുടുംബം അല്ലെങ്കിൽ ഈ വീടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എപ്പോഴും കയറി വരാൻ കഴിയുന്ന ഒരു വീട് ആയിരുന്നു. ഇപ്പോൾ അത് എങ്ങനെയാണ് തുടർന്ന് പോകുന്നത്? അത് നിങ്ങളോട് വന്നപ്പോഴെന്താ തോന്നിയത്? കാരണം നമ്മൾ ഈ വീടിന്റെ ഗേറ്റ് ഇതുവരെ അടച്ചിട്ടില്ല. ആ ഗേറ്റ് അടക്കാനും കഴിയില്ല. അപ്പൊ ഒന്ന് വലിച്ചു നോക്കിയപ്പോൾ ഒരിക്കലും അടക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഇവിടെ ഇപ്പം നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മളെല്ലാ ബെഡ്റൂമിലും ഒക്കെ ആളുകൾ വരുന്നു. നമുക്കിവിടെ അങ്ങനെയാണ് പിതാവ് ശീലിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എന്നും ഇതിനെ ഒരു വീടായിട്ടല്ല ആളുകൾ കാണുന്നത്. എല്ലാവർക്കും അവിടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും പറയാനും പരിഹാരം കാണാനും ഒക്കെയുള്ള ഒരു ഓഫീസ് പോലെയാണ്, നാട്ടുകാരുടെ ഒരു ഓഫീസ് പോലെയാണ് വാസ്തവത്തിൽ ഈ വീട് ആളുകൾ കാണുന്നത്. ഇനി അദ്ദേഹത്തിന്റെ മക്കളിലേക്ക് പോകാം. അദ്ദേഹം ഡോക്ടറാണ്, മൂത്ത മകളാണ്. എവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്? ഞാൻ കേശ്ശേരി. ഇങ്ങനെ വാപ്പ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു, അതിനിടയിൽ പെരുന്നാൾ എത്തുന്നു. എങ്ങനെയാണ് ഇത് രണ്ടും? എല്ലാം എന്തായാലും തിരക്ക് എന്തായാലും കൂടിയിട്ടുണ്ട്. പെരുന്നാളാകുമ്പോൾ അതിനെ കൂടെ സന്തോഷമുണ്ട്. മൊത്തത്തില് നല്ല ഒരു തന്നെയാണ്. തീർച്ചയായും. ഇത് അദ്ദേഹത്തിന്റെ ഇരട്ട കുട്ടികളാണ്. അവരും MBBS വിദ്യാർത്ഥികളാണ് അല്ലേ? എവിടെയാ നമ്മൾ പഠിക്കുന്നത്? എന്തോ പേരെന്താ? ഓക്കെ, അവർ രണ്ടുപേരും പഠിക്കുന്നു. അപ്പം പാപ്പ വലിയ പ്രചരണ ചൂടിലൊക്കെയാണ്. ഇപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് പാപ്പയെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പ്രചരണത്തിലൊക്കെ പങ്കാളികളാവുന്നത്? ഞങ്ങൾക്ക് കാര്യമായിട്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എക്സാംസ് ഇപ്പം അടുത്തു, ഫൈനൽ ഇയറിന്റെ എക്സാംസ്. അപ്പം അതിന്റെ ലോക്കിലാണ് ഉള്ളത്. പക്ഷെ നല്ല കഴിഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും അറിയിക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാലോ, നമ്മളായിട്ട് പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല സത്യം പറഞ്ഞാൽ. തീർച്ചയായിട്ടും ഇപ്പം ഓൺലൈൻ കാര്യങ്ങൾ അല്ലെങ്കിൽ വാട്സപ്പ് സന്ദേശം ഇങ്ങനെ ആ രീതിയിലൊക്കെ വാപ്പയ്ക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നു. അവരാണ് വീഡിയോസ് ഷെയർ ചെയ്യാ, റീൽസും വീഡിയോസും എല്ലാം ഷെയർ ചെയ്യും. ഇങ്ങനെയാണ് മോളുടെ രീതിയിലുള്ള പ്രചരണം. നമ്മള് ഇപ്പം ഫോണിൽ കൂടെ ആണെങ്കിലും വീട്ടിൽ ഇരുന്നിട്ട് തന്നെ സ്റ്റഡി ലീവിന്റെ ഇടയിലായിട്ട് നമുക്ക് കഴിഞ്ഞ പോലെയൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് പ്രചരണവും ഇതൊക്കെ, ഈ ആഘോഷങ്ങളും ഒത്തൊരുമയും കൂട്ടായ്മയും അതൊക്കെ എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് പ്രചരണം പഞ്ചായത്ത് തലത്തിലുള്ള പര്യടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെരുന്നാളിന്റെ ഒരു 2 ദിവസം അവധിയാണ്. അതുകൊണ്ട് ഈ 2 ദിവസം പരമാവധി ആളുകളെ നേരിട്ട് കാണാൻ വേണ്ടിയുള്ള ശ്രമമാണ്, നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കാൻ വേണ്ടി. അപ്പൊ അതിനുള്ള ശ്രമമാണ് ഈ 2 ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വാപ്പ വലിയൊരു കലാകാരനൊക്കെയാണ്.
അപ്പൊ നിങ്ങളും കലാവൈഭവം ഒക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് ഒരു രണ്ടുപേര് പാട്ടിൽ എന്നാലും ഒരു രണ്ടുപേര് നമുക്ക് ഒന്ന് നോക്കാം, ഒന്ന് try ചെയ്യാം. എന്നാലും ഇത്ര വലിയൊരു കലാകാരന്റെ മക്കളല്ല, അപ്പോൾ എന്തായാലും രണ്ടുപേരും പാട്ടിലാർക്കും കഴിവ് അവര് പാടൂല. ആ, അവര് പിന്നെ ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കും. ഉം. അത്തരം മേഖലയിലാണ്. മേഖലയിലാണ് അവര് താല്പര്യം. ഓക്കെ. അപ്പോൾ പെരുന്നാൾ വിശേഷങ്ങൾ പങ്കുവച്ചതിൽ വളരെയധികം സന്തോഷം. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ, ഒപ്പം അങ്ങേക്ക് വിജയാശംസകളും നേരുന്നു. താങ്ക് യു.